അപ്പോൾ ഗൈസ് നമ്മൾ കഴിക്കാൻ പോകുന്നത് നല്ലോണം ഉടച്ചെടുത്ത കപ്പയാണ്. നല്ല വെണ്ണ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൂടെ കഴിക്കുകയാണെങ്കിൽ നമ്മളൊരു കിട്ടില്ല അയിലക്കറിയാണ് കേട്ടോ സെറ്റാക്കിയത്. ഗൈസ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീട്ടിലേക്ക് വന്നതാണ്. കാരണം ഇവിടെ ഞങ്ങളെ വീടിൻ്റെ വാർപ്പാണ് കേട്ടോ, ബ്രദറിൻ്റെ വീടിൻ്റെ വാർപ്പാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ് ഞാൻ എത്തിക്കാൻ വന്നത്. അപ്പോൾ രാവിലെ 9 ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളുടെ വീട്. കുറേ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലേക്ക് എത്തി. ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വാർപ്പാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എത്തിയത് തന്നെ ഒരു 9:30 ആയിട്ടുണ്ട്. കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു വരുന്ന നേരത്ത്. അപ്പോൾ നമ്മുടെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോവാണ്. കിച്ചണിലെ വർക്കൊക്കെ എന്തായെന്ന് അറിയില്ല. നേരത്തെ ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതവിടെ എത്തിയപ്പോഴത്തേക്ക് അമ്മ കൂളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കപ്പെല്ലാം നന്നാക്കി വാഷൊക്കെ ചെയ്തു അടുപ്പത്ത് വെച്ചു. പിന്നെ അനിയൻ്റെ ഭാര്യ ഇവിടെ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടും കപ്പയും കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അലവൊക്കെ കട്ട് ചെയ്തിരുന്നു, അതിനൊരു പീസ് കഴിച്ചു. കപ്പൻ്റെ കൂടെ കഴിക്കാൻ അയിലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിട്ടിലൊരു അയിലക്കറി ഇതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് കപ്പെല്ലാം വെന്തു നന്നാക്കി ഉടച്ചൊക്കെ എടുത്തു ഒക്കെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. പണിക്കാർ ഒരു 11 മണിക്ക് ചായ കഴിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മൾ ചായൻ്റെ എല്ലാ ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവരെ വിളിക്കാൻ പോയി. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന്. അന്നേരം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ലൈറ്റായിട്ട് മാത്രമേ ചായ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചായ കഴിക്കട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു പുട്ടും കുറച്ച് അയിലക്കറിയും കൂടെ എടുത്തിട്ട് ഞാൻ ചായ കഴിക്കുകയാണ്. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ അവർക്ക് ചായ എല്ലാം സെർവ് ചെയ്യാണ്. അങ്ങനെ ചായ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബിരിയാണി വണ്ടി വന്നു കേട്ടോ. ഉച്ചത്തേക്ക് ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ബിരിയാണിയിലത് അവർ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ അവർ ബാലൻസ് കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കപ്പ കൂട്ടിയിട്ട് കുറച്ചും കൂടെ ചായ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല ഉടച്ച് എടുത്ത കപ്പയാണ്. അതിലേക്ക് നമ്മൾ അയിലക്കറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അയിലക്കറി കുറച്ച് കൂടുതൽ കൂട്ടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇതിൽ ഞങ്ങൾ എന്താ പറയുക, ടൊമാറ്റോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെറിയുള്ളിയൊക്കെ നന്നാക്കി ഉടച്ചെടുത്ത് ഉണ്ടാക്കിയൊരു കിട്ടില്ല ടൈപ്പ് അയിലക്കറിയാണ്. അപ്പോൾ നമ്മൾ കൂട്ടി കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ കപ്പയും ചായ എല്ലാം കഴിച്ചു. പിന്നെ നമ്മുടെ വാർപ്പ് വന്നത് കർക്കിടകത്തിൻ്റെ ഒരു 2 ദിവസം മുന്നാണ്. ഏകദേശം ഒരു 1:30-2 മണിയാകുമ്പോഴത്തേക്ക് അവരുടെ വാർപ്പൊക്കെ കഴിഞ്ഞു. അന്നേരം ഞങ്ങളിതാ ബിരിയാണി ചെമ്പ് ഒട്ടിക്കുകയാണ്. അപ്പം ബിരിയാണി വിളമ്പുന്നത് ഞങ്ങളുടെ പാപ്പനാണ് കേട്ടോ. ഫേസ് ഒന്നും കാണിക്കുന്നില്ലേ. അപ്പം ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ബിരിയാണി ഒന്നും കഴിക്കില്ല, അപ്പോൾ എനിക്കറിയില്ല. അങ്ങനെ ബിരിയാണി ചോറ് വേറെ, ചിക്കന് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആക്കി വയ്ക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അച്ചാർ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി അച്ചാറാണ് കേട്ടോ വാങ്ങേണ്ടത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകും. പിന്നെ അതുപോലെ തന്നെ തൈരുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അച്ചാർ. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്യാനുള്ളത് വേറെ പാത്രത്തിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ് ഇവിടുന്ന്. ഇത് അമ്മയ്ക്ക് വിളമ്പണമായിട്ടോ ഞാൻ കാണിക്കുന്നത്. ചിക്കനും പിന്നെ കുറച്ച് തൈരും അച്ചാറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ബിരിയാണി ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും ഓവറായിട്ട് ടേസ്റ്റ് ചെയ്യാമെന്നൊക്കെ അഭിപ്രായമുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വാർപ്പെല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ വാർപ്പ് ചെയ്ത സ്ഥലമൊക്കെ നമ്മൾ പോയി കണ്ടിട്ടോ. ഇതാണ് വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ താഴെയൊക്കെ മാർബിളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും പണിയൊക്കെ കഴിയാനുണ്ട്. റൂമാണത്. പിന്നെ കിച്ചണിൽ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് പുറത്തേക്കുള്ളതാണ്. പുറത്ത് വലിയൊരു തൊടിയുണ്ട് കേട്ടോ ബാക്കിൽ. അതാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളെ വീടുകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയെല്ലാമാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണണ്ടേ. ഓക്കെ, താങ്ക് യു.